السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. أما بعد. സഹോദരങ്ങളെ, ഖുർആൻ ലേണിംഗ് ക്ലാസ്സിലെ ഇന്നത്തെ വിഷയത്തോടുകൂടി ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ചുള്ള പഠനം നമ്മൾ ആരംഭിക്കുകയാണ്. സൂറത്തുൽ ഫാത്തിഹയിലെ ഓരോ സൂക്തങ്ങളിലേക്കും പോകുന്നതിന് മുമ്പ് ഹ്രസ്വമായ നിലക്ക് സൂറത്തുൽ ഫാത്തിഹയുടെ പ്രത്യേകതകളും അതിന്റെ പ്രാധാന്യവും വിശദീകരിക്കേണ്ടതുണ്ട്. അതിനായി ഒരു ഹദീസ് ആദ്യം തന്നെ നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തുകയാണ്. അബൂ സഈദുൽ മുഅല്ല റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്. അദ്ദേഹം പറയുകയാണ്, ഞാൻ നമസ്കരിക്കുകയായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ വിളിച്ചു. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉത്തരം നൽകിയില്ല. അതിനുശേഷം നമസ്കാരം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോയി പറഞ്ഞു, എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലേ, ഞാൻ നമസ്കരിക്കുകയായിരുന്നു എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ് അദ്ദേഹത്തോട്, അള്ളാഹു പറഞ്ഞിട്ടില്ലേ നിങ്ങൾ അള്ളാഹുവിനും റസൂലിനും ഉത്തരം നൽകണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളെ വിളിച്ചാലെന്ന് എന്ന് പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ഓതിക്കൊണ്ട് അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തി. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു അദ്ദേഹത്തോട്, വിശുദ്ധ ഖുർആനിൽ ഏറ്റവും മഹത്തായ സൂറത്ത് താങ്കൾക്ക് പള്ളിയിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുമ്പ് ഞാൻ അറിയിച്ചു തരട്ടെയോ എന്ന്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സഹാബിയുടെ കൈ പിടിച്ച് അങ്ങനെ അവർ പുറത്തു പോകാൻ ഉദ്ദേശിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ സഹാബി ഓർമ്മപ്പെടുത്തുകയാണ്, അള്ളാഹുവിന്റെ തിരുദൂതരെ, വിശുദ്ധ ഖുർആനിൽ ഏറ്റവും മഹത്തായ സൂറത്ത് ഞാൻ താങ്കൾക്ക് അറിയിച്ചു തരാമെന്ന് താങ്കൾ പറഞ്ഞില്ലേ എന്ന് ഓർമ്മപ്പെടുത്തുക. ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആ ആയത്ത് ഓതിയിട്ട് പറയാണ്, ഹിയ അസ്സബഉ മസാനി വൽ ഖുർആനുൽ അലീം അല്ലദീ ഊതീതുഹു. അതത്ര എനിക്ക് നൽകപ്പെട്ട സബഉൽ മസാനിയും അൽ ഖുർആനുൽ അലീമും. ഇത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൽ ഫാത്തിഹയെ വിശേഷിപ്പിച്ചത് അസ്സബുൽ മസാനി എന്നും അതുപോലെ തന്നെ അൽ ഖുർആനുൽ അലീമുമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. രണ്ട് പേരുകളാണ് നമുക്ക് സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ച് ഇവിടെ പ്രസ്താവിക്കപ്പെട്ടത് കാണാൻ കഴിയുന്നത്. യഥാർത്ഥത്തിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഹദീസിൽ നിന്നും ഖുർആനിൽ നിന്നും പരിശോധിച്ചു കഴിഞ്ഞാൽ ധാരാളം നാമങ്ങളുണ്ട് എന്ന് കാണാൻ കഴിയും. ഇമാം സുയൂത്തി റഹ്മഹുല്ലാ, അദ്ദേഹം ഹിജ്റ 10-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു പണ്ഡിതനാണ്. തഫ്സീറിലും ഹദീസിലും അഗാധ പാണ്ഡിത്യം നേടിയിട്ടുള്ള ഒരു മഹൽ വ്യക്തിത്വമാണ് ഇമാം സുയൂത്തി റഹ്മഹുല്ലാ. പല ഇസ്ലാമിക ശാസ്ത്രങ്ങളിലും അദ്ദേഹം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അവയിൽപ്പെട്ടതാണ് അൽ ഇത്ഖാൻ ഫി ഉലൂമിൽ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ ഇമാം സുയൂത്തി റഹ്മഹുല്ലാ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഏതാണ്ട് 25ഓളം നാമങ്ങൾ ഉദ്ധരിച്ചതായിട്ട് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിൽ ആദ്യം വായിക്കപ്പെടുന്നതും മുസ്ഹഫുകളിൽ ഒന്നാമതായി എഴുതപ്പെടുന്നതുമായ സൂറത്ത് എന്ന നിലക്കാണ് സൂറത്തുൽ ഫാത്തിഹ അഥവാ ഫാത്തിഹത്തുൽ കിതാബ്, വേദഗ്രന്ഥത്തിന്റെ പ്രാരംഭം എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഖുർആനിന്റെ മൂലം അഥവാ ഖുർആനിന്റെ കേന്ദ്രം എന്ന അർത്ഥത്തിൽ ഉമ്മുൽ ഖുർആൻ എന്നും ഉമ്മുൽ കിതാബ് എന്നും സൂറത്തുൽ ഫാത്തിഹയെ വിശേഷിപ്പിക്കാറുണ്ട്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ അസ്സബഉൽ മസാനി അൽ ഖുർആനുൽ അലീം എന്നതൊക്കെ സൂറത്തുൽ ഫാത്തിഹയുടെ പേരുകളാണ് എന്ന് വരുമ്പോൾ എന്താണ് ഈ സബഉൽ മസാനി എന്ന് ഫാത്തിഹയ്ക്ക് പേര് വരുവാൻ കാരണമെന്നുകൂടി ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലഖദ് ആതൈനാക സബ്അൻ മിനൽ മസാനി വൽ ഖുർആനൽ അലീം. ആവർത്തിച്ചു പാരായണം ചെയ്യപ്പെടുന്ന 7 വചനങ്ങളും മഹത്തായ ഖുർആനും നാം നിനക്ക് നൽകിയിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാ. സൂറത്തുൽ ഹിജ്റിലെ 87-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ച് വിശേഷിപ്പിച്ചത് ആവർത്തിച്ചു പാരായണം ചെയ്യപ്പെടുന്ന 7 വചനങ്ങൾ എന്നാണ്.
സൂറത്തുൽ ഫാത്തിഹയിൽ അതുകൊണ്ട് തന്നെ 7 ആയത്തുകളാണ് എന്നതിന് പണ്ഡിതന്മാർക്കിടയിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അസ്സബുൽ മസാനി എന്നതിന് പല വ്യാഖ്യാനങ്ങളും പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട്. അതിലെ പ്രബലമായ വ്യാഖ്യാനം, അതിനുള്ള തെളിവ് അത് നമുക്ക് കാണാൻ കഴിയും. എല്ലാ റക്അത്തുകളിലും ആവർത്തിച്ചു പാരായണം ചെയ്യുന്ന അധ്യായം എന്നാണ് അസ്സബുൽ മസാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിനുള്ള തെളിവ് ഇമാം തബരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്. ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം നിവേദനം ചെയ്യുന്നു, അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, അസ്സബുൽ മസാനി ഫാത്തിഹത്തുൽ കിതാബി തുസന്നാ ഫീ കുല്ലി റക്അത്തിൻ. അപ്പൊ അസ്സബുൽ മസാനി സൂറത്തുൽ ഫാത്തിഹയാണ്. എല്ലാ റക്അത്തുകളിലും ആവർത്തിക്കപ്പെടുന്നത് കൊണ്ടാണ് അത് ആ രൂപത്തിൽ പേര് വന്നത് എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് കഴിയും. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ, ആരാ ഇബ്നു കസീർ റഹിമഹുല്ലാ? അദ്ദേഹം ഹിജ്റ 774 മരണപ്പെട്ട, തഫ്സീറിലും ഹദീസിലും നല്ല അവഗാഹം നേടിയ പണ്ഡിതനാണ്. പല ഗ്രന്ഥങ്ങളും അദ്ദേഹം ഇസ്ലാമിന് വേണ്ടി രചിച്ചിട്ടുണ്ട്. അവയിൽ അറിയപ്പെട്ട ഒന്നാണ് തഫ്സീർ ഇബ്നു കസീർ എന്ന പേരിൽ വളരെയധികം പ്രസിദ്ധമായ അദ്ദേഹത്തിന്റെ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥം. അതിലൂടെ ഇബ്നു കസീർ റഹിമഹുല്ലാ പറയുകയാണ്, 25 കലിമത്തുകളുണ്ട് സൂറത്തുൽ ഫാത്തിഹയിൽ എന്ന്. അതായത് 25 വാക്യങ്ങളാണ് സൂറത്തുൽ ഫാത്തിഹയിലുള്ളത്. അതുപോലെ തന്നെ 113 ഹർഫുകളും, അതായത് 113 അക്ഷരങ്ങളും അടങ്ങിയതാണ് സൂറത്തുൽ ഫാത്തിഹ എന്ന് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ സഹോദരങ്ങളെ, ഈ സൂറത്ത് ഇത് മക്കിയാണോ അതല്ല മദീനിയാണോ? ഓരോ സൂറത്തുകളെ കുറിച്ച് പഠിക്കുമ്പോഴും നമ്മൾ സൂറത്ത് മക്കിയാണോ മദീനിയാണോ എന്ന് നോക്കാറുണ്ട്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബൂവത്ത് കിട്ടിയതിന് ശേഷം, അദ്ദേഹം പ്രവാചകനായതിനു ശേഷം 13 വർഷക്കാലമാണ് അദ്ദേഹം മക്കയിൽ താമസിച്ചത്. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ പോവുകയും ബാക്കിയുള്ള അദ്ദേഹത്തിന്റെ 10 വർഷം മദീനയിലാണ് താമസിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യ കാലഘട്ടത്തിലെ 13 വർഷം, മക്ക കാലഘട്ടത്തിലെ 13 വർഷത്തിനിടയിൽ അവതരിച്ച സൂറത്തുകൾക്ക് മക്കി എന്നും, അതിനുശേഷം ഹിജ്റ പോയതിനു ശേഷം മദീന കാലഘട്ടത്തിൽ അവതരിച്ച ആയത്തുകളെ മദീനി എന്നും പറയപ്പെടാറുണ്ട്. അപ്പോൾ സൂറത്തുൽ ഫാത്തിഹ മക്കിയാണോ മദീനിയാണോ എന്നുള്ള വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ നേരത്തെ സൂചിപ്പിച്ച സൂറത്തുൽ ഹിജ്റിലെ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. എങ്ങനെ ആവർത്തിച്ചു പാരായണം ചെയ്യപ്പെടുന്ന 7 വചനങ്ങളും ഖുർആനും നിനക്ക് നൽകിയിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ? സൂറത്തുൽ ഹിജ്റിലാണ് അത് പറയുന്നത്. സൂറത്തുൽ ഹിജ്ർ അത് മക്കയിൽ അവതരിച്ചതാണ് എന്നുള്ള വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. അതുകൊണ്ട് തന്നെ ആ മക്കയിൽ അവതരിച്ച ആ സൂറത്തുൽ ഹിജ്റിലെ ആ ആയത്ത് സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ചാണ് വിശേഷിപ്പിക്കുന്നത് എങ്കിൽ സൂറത്തുൽ ഫാത്തിഹ അത് മക്കയിൽ അവതരിച്ചതാണ് എന്നുള്ള വിഷയം അത് അതിലൂടെ ബലപ്പെടുകയാണ് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ സൂറത്തുൽ ഫാത്തിഹ അത് മക്കയിൽ അവതരിച്ചതാണ് എന്നുള്ള അഭിപ്രായമാണ് തെളിവുകളോട് കൂടുതൽ യോജിക്കുന്നത് എന്ന് കാണാൻ കഴിയും. ഇനി സൂറത്തുൽ ഫാത്തിഹ അവതരിക്കുന്ന സന്ദർഭം എങ്ങനെയാണ് എന്ന് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു സംഭവം ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉദ്ധരിച്ചത് സ്വഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകന്റെ അടുത്ത് ഇരിക്കുകയായിരുന്നു. ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മുകളിൽ നിന്നും വാതിൽ തുറക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം കേട്ടു. അപ്പോൾ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുകളിലേക്ക് നോക്കുകയാണ്. ആ സമയം ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്നേ വരെ തുറന്നിട്ടില്ലാത്ത ആകാശത്തിന്റെ ഒരു വാതിൽ ഇതാ തുറക്കപ്പെട്ടിരിക്കുന്നു. തുറന്നാൽ അതിലൂടെ ഒരു മലക്ക് അവിടേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ഇന്നേ വരെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ടില്ലാത്ത ഒരു മലക്കിതാ ഇവിടെ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന്.
അങ്ങനെ ആ മലക്ക് സലാം ചൊല്ലിക്കൊണ്ട് പറയുകയാണ്, താങ്കൾക്ക് മുമ്പുള്ള ഒരു നബിക്കും നൽകിയിട്ടില്ലാത്ത ഈ 2 പ്രകാശങ്ങൾ കൊണ്ട് താങ്കൾ സന്തോഷിക്കുക. ഫാത്തിഹയും സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ ആയത്തുകളുമാണ് അവ. അതിൽ നിന്ന് ഒരക്ഷരം താങ്കൾ പാരായണം ചെയ്താലും അവ മുഖേന അള്ളാഹുവിനോട് ചോദിക്കുന്ന കാര്യം അവൻ നിനക്ക് നൽകാതിരിക്കുകയില്ല എന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ കഴിയും. നോക്കൂ സഹോദരങ്ങളെ, സൂറത്തുൽ ഫാത്തിഹയും അതുപോലെ തന്നെ സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ, ആമന റസൂൽ ബിമാ ഉൻസില ഇലൈഹി എന്ന് തുടങ്ങുന്ന ആയത്തുകൾ, ഇത് രണ്ടും ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാത്ത മലക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ വഹി എത്തിച്ചിട്ടുള്ളത്. വളരെ അപൂർവമായിക്കൊണ്ട് ജിബ്രീൽ അല്ലാത്ത മലക്കുകളും ജിബ്രീലിന്റെ സാന്നിധ്യത്തിൽ അള്ളാഹുവിന്റെ വഹിയുമായി വന്നിട്ടുണ്ട് എന്ന് ഈ സംഭവം തെളിവാണ് എന്നർത്ഥം. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യത്തിൽ ഇവിടെ വേറൊരു മലക്ക് മുഖാന്തരം ഇത് കൊടുക്കുന്നത്, അത് സൂചിപ്പിക്കുന്നത് സഹോദരങ്ങളെ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് അള്ളാഹു കൊടുത്ത മഹത്വമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ധാരാളം സവിശേഷതകളുണ്ട്. സൂറത്തുൽ ഫാത്തിഹയെ സംബന്ധിച്ചിടത്തോളം അത് റുഖ്യയാണ്. അതായത് സൂറത്തുൽ ഫാത്തിഹ അത് മന്ത്രമാണ്. രോഗശമനത്തിന് വേണ്ടി മന്ത്രിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് സൂറത്തുൽ ഫാത്തിഹ ഉപയോഗിക്കാം. ധാരാളം ഹദീസുകൾ ഇത് സംബന്ധമായിട്ട് വന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ദിവസവും സൂറത്തുൽ ഫാത്തിഹയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമസ്കാരത്തിലെ ഓരോ റക്അത്തുകളിലും നമ്മൾ ഈ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മൻ സല്ല സലാത്തൻ ലം യഖറഉ ഫീഹാ ബിഉമ്മിൽ ഖുർആൻ ഫഹിയ ഖിദാജുൻ ഫഹിയ ഖിദാജുൻ ഫഹിയ ഖിദാജുൻ. ഉമ്മുൽ ഖുർആൻ ഓതിയിട്ടില്ലാത്ത വല്ല നമസ്കാരവും അത് അപൂർണമാണ്, അത് അപൂർണമാണ്, അത് അപൂർണമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സൂറത്തുൽ ഫാത്തിഹ ഓതാതെ ഒരാൾ നമസ്കരിക്കുകയാണ് എങ്കിൽ അത് അപൂർണമാണ് എന്നർത്ഥം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സഹോദരങ്ങളെ, നമസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹയിലൂടെ നമ്മൾ അള്ളാഹുവോട് പ്രഖ്യാപിക്കുന്നതും അതുപോലെ തന്നെ അള്ളാഹുവോട് നമ്മൾ പ്രാർത്ഥിക്കുന്നതും. അള്ളാഹുവുമായി ചില കരാറുകൾ നമ്മൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ് ഇമാം മുസ്ലിമും അതുപോലെ തന്നെ ഇമാം അബൂ ദാവൂദും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, ഖാല അല്ലാഹു അസ്സ വജല്ല, ഉന്നതനും അനുഗ്രഹ സമ്പൂർണനുമായ അള്ളാഹു പറഞ്ഞിരിക്കുന്നു, ഖസംതു സ്വലാത്തു ബൈനി വബൈന അബ്ദി നിസ്ഫൈൻ, ഞാൻ നമസ്കാരത്തെ എനിക്കും എന്റെ അടിമക്കുമിടയിൽ 2 പകുതികളായിട്ട് ഭാഗിച്ചു. ഫനിസ്ഫുഹാ ലി വനിസ്ഫുഹാ ലി അബ്ദി, അതിലൊരു പകുതി എനിക്കും മറ്റേ പകുതി എന്റെ അടിമക്കുമുള്ളതാണ്. വലി അബ്ദി മാ സഅല, എന്റെ അടിമ ചോദിക്കുന്നത് എന്തും അവനുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിച്ചു തരികയാണ്. നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമസ്കാരത്തെ അള്ളാഹുവിനും അവന്റെ അടിമക്കും ഇടയിൽ 2 പകുതികളായിട്ട് ഭാഗിക്കുന്നു. അതിലൊരു പകുതി അള്ളാഹുവിനും മറ്റൊരു പകുതി ആ നമസ്കരിക്കുന്ന അടിമക്കുമുള്ളതാണ് എന്ന്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അള്ളാഹു അടിമ ചോദിക്കുന്നത് എന്തും അള്ളാഹു നൽകുമെന്നാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭാഷണം അവിടെ നടക്കുന്നുണ്ട് എന്നാണ്. അത് അള്ളാഹുമായിട്ടൊരു സംഭാഷണം അടിമ നമസ്കരിക്കുമ്പോൾ നടക്കുന്നുണ്ട് എന്ന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആരെങ്കിലും നമസ്കാരത്തിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ സൂക്തം ഓതിക്കഴിഞ്ഞാൽ ഹമിദനി അബ്ദി എന്ന് അള്ളാഹു പറയുമെന്ന്. എങ്ങനെ? എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്ന് പറയും. അതിനുശേഷം അർ റഹ്മാനു റഹീം എന്ന് ഒരു അടിമ പറഞ്ഞു കഴിഞ്ഞാൽ അസ്നാ അലയ്യ അബ്ദി എന്ന് അള്ളാഹു പറയും. അതായത് എന്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു എന്ന് അള്ളാഹു പറയും. അതിനുശേഷം മാലിക് യൗമിദ്ദീൻ എന്ന് അടിമ പാരായണം ചെയ്തു കഴിഞ്ഞാൽ മജ്ജദനി അബ്ദി, എന്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു എന്ന് അള്ളാഹു പറയും. അതിനുശേഷം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് അടിമ പറഞ്ഞു കഴിഞ്ഞാൽ ഫഹാദിഹി ബൈനി വബൈന അബ്ദി വലി അബ്ദി മാ സഅല, ഇത് എനിക്കും എന്റെ അടിമക്കും ഇടയിലുള്ളതാണ്, എന്റെ അടിമ ചോദിക്കുന്നത് എന്തും അവന് ലഭിക്കുമെന്ന്. നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ആദ്യം നമ്മൾ എന്താണ് ചെയ്യുന്നത്? അള്ളാഹുവെ സ്തുതിക്കുകയും പുകഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ഒക്കെ ചെയ്യും. ആ അള്ളാഹുവിന്റെ മഹിതമായ നാമങ്ങൾ ഉപയോഗപ്പെടുത്തി അത് വസീലയാക്കിക്കൊണ്ട് അള്ളാഹുവോട് പിന്നെ ഒരു കരാറിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. അതെ, നിന്നെ മാത്രം ഞാൻ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞാൻ സഹായം തേടുന്നു എന്ന ആ
ഒരു പ്രസ്താവന നമ്മൾ നടത്തുമ്പോൾ അള്ളാഹു പറയുകയാണ്, ഇത് എനിക്കും എന്റെ അടിമക്കും ഇടയിലുള്ളതാണ്, എന്റെ അടിമ ചോദിക്കുന്നത് എന്തും അവന് ലഭിക്കുമെന്ന്. അതിനുശേഷമാണ് വലിയ ഒരു കാര്യം നമ്മൾ ചോദിക്കുന്നത് നമസ്കാരത്തിലൂടെ. അതെന്താ? അത് ആ സമയം നമ്മൾ പാരായണം ചെയ്യുന്നു. എങ്ങനെ? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. അതുവരെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഫആഉലാഹി ലിഅബ്ദി വലിഅബ്ദി മാ സഅല. ഇതെല്ലാം എന്റെ അടിമക്കുള്ളതാണ്, എന്റെ അടിമ ചോദിക്കുന്നത് എന്തും അവന് ലഭിക്കും എന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും സഹോദരങ്ങളെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെല്ലാം നമ്മൾ ആരോടാ ചോദിക്കുന്നത്? അള്ളാഹുവോടാ ചോദിക്കുന്നത്. ആർക്കാണ് ഇതൊക്കെ ലഭിക്കുക? നമസ്കരിക്കുന്ന ആളുകൾക്കാണ് ഇത് ലഭിക്കുക. അതുകൊണ്ട് തന്നെ നമസ്കാരത്തിൽ നാം എന്താണ് ചെല്ലുന്നത് എന്നുള്ളതിനെ കുറിച്ച്, സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ച് കൃത്യമായി സഹോദരങ്ങളെ അതിന്റെ അർത്ഥവും അതിന്റെ ആശയവും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ ആമുഖമായി കൊണ്ട് ഈ സൂറത്തുൽ ഫാത്തിഹയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കണം. നമസ്കാരത്തിൽ ഫാത്തിഹ പാരായണം ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള വിഷയത്തിൽ ഭൂരിഭാഗം പണ്ഡിതന്മാരും അവരുടെ അഭിപ്രായം അത് നിർബന്ധമാണ്, ഫാത്തിഹ ചൊല്ലൽ നിർബന്ധമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മാമൂമായി നമസ്കരിക്കുന്ന ഒരു വ്യക്തി ആ ഫാത്തിഹ ഓതൽ നിർബന്ധമാണോ എന്നുള്ളത് ഇമാം ഷാഫി റഹിമഹുള്ളയുടെ മദ്ഹബിൽ അത് നിർബന്ധമാണ് എന്നും ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള, അതുപോലെ തന്നെ ഇമാം മാലിക്കും ഇബ്നു തൈമിയ്യ റഹിമഹുള്ള പോലെയുള്ള വ്യക്തികളുടെ പണ്ഡിതന്മാരുടെ റഹിമഹുല്ലാഹുൽ അജ്മഈൻ അവരുടെ അഭിപ്രായം ഇമാം ഉറക്കെ ഓതുന്ന സന്ദർഭത്തിൽ മാമൂം ഓതേണ്ട ആവശ്യമില്ല, പതുക്കെ ഓതുമ്പോൾ മാമൂം ഫാത്തിഹ ചൊല്ലേണ്ടതുണ്ട് എന്നാണ്. ഇതിന് രണ്ടിനും ചില ഹദീസുകൾ ഈ വിഷയ സംബന്ധമായിട്ട് തെളിവുകൾ പിടിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഈ വിഷയത്തിൽ ഏതായാലും സൂറത്തുൽ ഫാത്തിഹ അത് ഓതൽ നിർബന്ധമാണ് എന്നുള്ള വിഷയത്തിൽ ഭൂരിഭാഗവും പണ്ഡിതന്മാര് അത് നിർബന്ധമാണ് എന്ന് അഭിപ്രായപ്പെടുമ്പോൾ സഹോദരങ്ങളെ, എന്താണ് സൂറത്തുൽ ഫാത്തിഹയിലൂടെ നമ്മൾ പ്രഖ്യാപിക്കുന്നതും നമ്മൾ ആവശ്യപ്പെടുന്നതും സംസാരിക്കുന്നതും എന്നുള്ളതിനെ കുറിച്ചൊക്കെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ മുതൽ നമ്മൾ അതിലെ സൂക്തങ്ങളിലേക്ക് കടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തുകൾ കൃത്യമായി മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട്, അള്ളാഹുവിന്റെ ഖുർആനിനെ ശരിയായ വിധം മനസ്സിലാക്കുവാൻ വേണ്ടി അത് എളുപ്പമാക്കി തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത സൂക്തവുമായി നമുക്ക് കാണാം. ഇൻഷാ അല്ലാഹ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.